ഷോ എവിടെ നിന്നൊക്കെയല്ലേ കോള് വരുന്നത്? ഇപ്പോൾ കോള് വന്നേക്കുന്നത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നല്ല, എൻ്റെ ജൂനിയേഴ്സിൻ്റെ നിന്നാണ്. അവരങ്ങ് ട്രിവാൻഡ്രത്തുനിന്നും കൊല്ലത്തുനിന്നും ദേ ഇവൻ പാലക്കാട് നിന്നും കൊച്ചി ഇറങ്ങാൻ പോവുകയാണ്. കണ്ടിട്ടുള്ള കൊച്ചിയൊക്കെ ആണെങ്കിലും ഒരു രസം. വീട്ടിലെല്ലാവരും ഇരുന്ന് മടുത്തു, അതാണ് കാര്യം. അപ്പോൾ സ്റ്റാർട്ടിങ് തന്നെ മന്തിയായിരുന്നു. ഇത് സെക്കൻഡ് റൗണ്ടും ഇനി ഒരു തേർഡ് റൗണ്ടും കൂടി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ തീറ്റ ഒന്ന് അവസാനിച്ചത്. പിന്നെ ഞങ്ങൾ കിട്ടിയ ബസ്സിൽ കയറി ഫോർമാളിക്ക് വിട്ടു. കാരണം നല്ല ചൂടായിരുന്നു. ഞങ്ങൾ തിരഞ്ഞെടുത്ത ദിവസം വളരെ നല്ല ദിവസമായിരുന്നു. ഒട്ടും മഴ പെയ്തില്ല. ദൈവാനുഗ്രഹമാണ്. എന്നാലും ഇവരൊക്കെയാണ് ആൾക്കാർ. ഞങ്ങൾ ടോട്ടൽ 8 പേരുണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്നത് ഒരു നയാ പൈസ അതിൻ്റെ ഉള്ളിൽ ചിലവാക്കാതെ വെറുതെ കയറിയിരുന്ന് അഭിനയിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഒരു നൈസ് സെൽഫി. അപ്പോൾ ഞങ്ങളുടെ അടുത്ത ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് കയറി ഹൈക്കോട്ട് പോയി. ഹൈക്കോട്ടിൽ നിന്ന് ഫോർട്ട് കൊച്ചിക്ക് വാട്ടർ മെട്രോ. ഈ വാട്ടർ മെട്രോ ശരിക്കും അടിപൊളിയാണ്. ഞാൻ മുൻപ് കയറിയിട്ടുണ്ടെങ്കിലും ഓരോ പ്രാവശ്യം കയറുമ്പോഴും ഒരു ഭയങ്കര ഒരു 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 ലക്ഷറി ഫീലൊക്കെ തോന്നുന്നൊരു സംഭവമാണ്. പിന്നെ ഫോർട്ട് കൊച്ചിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സൈക്കിള് കണ്ടു. പിന്നെ ഫുള്ള് സൈക്കിൾ മേലായിരുന്നു. ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല, കൊച്ചിയിൽ അത്ര ഒരു നൈറ്റ് ലൈഫൊന്നും ഫീൽ ചെയ്തില്ല. മേ ബി ഡ്രഗ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം. സ്റ്റിൽ എന്നാൽ അതുകൊണ്ട് അധികം നേരം ഞങ്ങൾക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒരു 8 മണി വരെ ഞങ്ങളിങ്ങനെ സൈക്കിൾ ചവിട്ടി തേരാപാര നടന്നു. അവിടെയും വലിയധികം പൈസ ഒന്നും സ്പെൻഡ് ചെയ്യേണ്ടി വന്നില്ല, കാരണം സൈക്കിൾ തന്നെ ഇതുണ്ട്. പിന്നെ ഞങ്ങൾ വന്നത് മറൈൻ ഡ്രൈവിലേക്കായിരുന്നു. മറൈൻ ഡ്രൈവ് ജസ്റ്റ് കണ്ടു. അത് കഴിഞ്ഞ് ഞങ്ങൾ എടപ്പള്ളി അൽത്താസയിൽ പോയിട്ട് ഫുഡ് കഴിച്ചു. ആസ് യൂഷ്വൽ. അപ്പോൾ മന്തിയായി, അൽഫാമുമായി, ഷവർമയായി. അപ്പോൾ അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ബൈ.